ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്ത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്തെത്തും. ഏപ്രിൽ 3 ബുധനാഴ്ച കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേദിയിൽ മുഖ്യമന്ത്രി ആയിരങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന് LDF നേതാക്കൾ. ഏപ്രിൽ 3 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനു സമീപം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേദിയിൽ ആയിരങ്ങളെ അഭിസംബോധന ചെയ്യും. കോതമംഗലം അസംബ്ലി മണ്ഡലത്തിലെ 8 പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ബഹുജനങ്ങളും പൊതുസമ്മേളനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും പൗരപ്രമുഖർ എന്നിവർ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ LDF നേതാക്കളായ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R അനിൽകുമാർ, ഏരിയ സെക്രട്ടറി KA ജോയ്, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് AA അൻഷാദ്, CPI താലൂക്ക് സെക്രട്ടറി PT ബെന്നി, കേരള കോൺഗ്രസ് M ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ, ജനതാദൾ S ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, സാജൻ അമ്പാട്ട്, ബേബി പൗലോസ്, ഷാജി പിച്ചക്കര, ആന്റണി പുല്ലൻ എന്നിവർ പങ്കെടുത്തു. കോതമംഗലത്തെ ടൗൺ UP സ്കൂളിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന നിലയിൽ, പങ്കെടുക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രത്യേക പന്തലും സംവിധാനങ്ങളുമെല്ലാം അതിന്റെ ഭാഗമായി അവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രകടനമായി ആളുകൾ വരണം എന്ന് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. വരുന്ന ആളുകൾ നേരിട്ട് പന്തലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.